സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2019 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏത്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് V2 ആണ്. കലാം സാറ്റ് V2. കലാം സാറ്റ് V2വിന്റെ ഭാരം 1.26 കിലോഗ്രാം ആണ്. കലാം സാറ്റ് V2വിന്റെ ഭാരം എത്രയാണ്? 1.26 കിലോഗ്രാം. ഈ കലാം സാറ്റ് V2 വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? കലാം സാറ്റ് V2 വികസിപ്പിച്ച സ്ഥാപനം സ്പേസ് കിഡ്സ് ഇന്ത്യ ആണ്. സ്പേസ് കിഡ്സ് ഇന്ത്യ ആണ് കലാം സാറ്റ് V2 വികസിപ്പിച്ച സ്ഥാപനം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് V2 ആണ്. കലാം സാറ്റ് V2വിന്റെ ഭാരം എന്ന് പറയുന്നത് 1.26 കിലോഗ്രാം ആണ്. കലാം സാറ്റ് V2 വികസിപ്പിച്ച സ്ഥാപനം സ്പേസ് കിഡ്സ് ഇന്ത്യ ആണ്. ഇനി ISRO നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? GSAT-11 ആണ്. GSAT-11 ആണ് ISRO വികസിപ്പിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ദി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹം GSAT-11 ആണ്. ദി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്നത് GSAT-11 ആണ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായ വ്യക്തി. 46ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ്. 46ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ DY ചന്ദ്രചൂഡാണ്. ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെയാണ്? 50th ആണ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. അതിനു മുമ്പ് ആരായിരുന്നു? 49ാമത്തെ ചീഫ് ജസ്റ്റിസ്. 49ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് UU ലളിത് ആണ്. UU ലളിത്. അപ്പൊ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. എത്രാമത്തെയാണ്? 50ാമത്തെയാണ്. തൊട്ടു മുമ്പായിരുന്നത് UU ലളിത് ആണ്. 49ാമത്തെ. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ആര്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കളായിരുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വിന്നേഴ്സ് മഹാരാഷ്ട്ര തന്നെയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വിന്നേഴ്സ് ആരാണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ജലമാണ്, ജലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജലനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ജലം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര്. ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ കരുണ എന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ സഹയോഗ് ഇന്ത്യൻ കരസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ സഹയോഗ് എന്നത്. ഓപ്പറേഷൻ മദദ് ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ മദദ് എന്നത്. ഓപ്പറേഷൻ ജലരക്ഷ നടപ്പാക്കിയത് കേരള പോലീസും കേരള അഗ്നിശമന സേനയുമാണ്. കേരള പോലീസും അഗ്നിശമന സേനയുമാണ് ഓപ്പറേഷൻ ജലരക്ഷ നടപ്പിലാക്കിയത്. ഇപ്പൊ 2018 കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ കരുണ എന്നാണ്. കരസേനയുടേത് ഓപ്പറേഷൻ സഹയോഗ്, നാവികസേനയുടേത് ഓപ്പറേഷൻ മദദ്,
കേരള പോലീസും കേരള അഗ്നിശമന സേനയും ചേർന്ന് നടപ്പാക്കിയതാണ് ഓപ്പറേഷൻ ജലരക്ഷ. അടുത്ത ചോദ്യം, പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാലിയോളജി എന്നാണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കാലിയോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനം എന്താണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഓർണിത്തോളജി എന്നത് പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജി, പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. മക്കോളജി എന്നത് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. ഫംഗസുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് മക്കോളജി എന്നത്. ഫൈക്കോളജി എന്നത് ആൽഗകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ഫൈക്കോളജി. അപ്പൊ പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി, പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി, മക്കോളജി എന്നത് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്, ഫൈക്കോളജി എന്നത് ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ്. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 1985 1985 മൈക്രോസോഫ്റ്റ് വിൻഡോസ് സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ വർഷം. അടുത്തത്, അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരനാണ് PK ബാനർജി. PK ബാനർജിയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റർ ആരെ എന്ന് ചോദിച്ചാല് സലീം ധുരാനിയാണ്. സലീം ധുരാനി. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റർ ആരാണ്? സലീം ധുരാനിയാണ്. സലീം ധുരാനി. അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി. ആദ്യത്തെ ക്രിക്കറ്റർ ആരാണ്? സലീം ധുരാനി. ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? PK ബാനർജി. അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മലയാളി വനിത ആരാണ്? KC ഏലമ്മയാണ്. KC ഏലമ്മയാണ് അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരൻ PK ബാനർജി, ആദ്യത്തെ ക്രിക്കറ്റർ സലീം ധുരാനി, ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ സി ബാലകൃഷ്ണൻ. അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? KC ഏലമ്മ. അടുത്ത ചോദ്യം, ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ചെങ്കടലാണ് ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടൽ. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്നതാണ് ചെങ്കടൽ. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ആണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. അതുപോലെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങൾ യൂസർക്ക് നൽകുന്ന ഹാർഡ്വെയർ ആണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ കൈമാറാൻ കഴിവുള്ള ഹാർഡ്വെയർ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഉദാഹരണം പറയുവാണെങ്കിൽ ടച്ച് സ്ക്രീൻ, ഓഡിയോ കാർഡ് എന്നിവ. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ്. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? പെറു ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം അല്ലെങ്കിൽ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി.
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം അല്ലെങ്കിൽ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താനാണ്. യുദ്ധത്തിൽ ആദ്യമായിട്ട് മിസൈൽ ഉപയോഗിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ്. അതുപോലെ മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. അടുത്ത ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏത് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് മായൻ, ഇൻക, മൊഗല്ലോൻ, ആസ്റ്റക് എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മൊഗല്ലോൻ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ജസ്റ്റീനിയൻ ആണ്. ജസ്റ്റീനിയൻ. അടുത്ത ചോദ്യം, തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം? ലണ്ടൻ. തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ലണ്ടൻ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഗൂഗിൾ ആണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ 14 to 18. ആർട്ടിക്കിൾ 14 to 18. അടുത്ത ചോദ്യം, മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകളാണ് പുറപ്പെടുവിക്കാനാകുന്നത്? 5 തരത്തിലുള്ള റിട്ടുകളാണ്. അവ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യാറ്ററി എന്നിവയാണ്. 5 റിട്ടുകളാണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യാറ്ററി എന്നിവ. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ്. മാൻഡമസ് എന്നത് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ്. പ്രോഹിബിഷൻ തടയുക എന്നർത്ഥം വരുന്ന റിട്ട്. അതുപോലെ കോ വാറന്റോ എന്നത് എന്തധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ്. സെർഷ്യാറ്ററി എന്നത് സാക്ഷ്യപ്പെടുത്തുക എന്നർത്ഥം വരുന്ന റിട്ടാണ്. അടുത്ത ചോദ്യം, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ്. നെല്ലിക്ക, മാങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നതാണ് അസ്കോർബിക് ആസിഡ്. മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നു. നെല്ലിക്ക, മാങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡ് ആണ്. അതുപോലെ തേങ്ങാവെള്ളത്തിലാണ് കാപ്രിക് ആസിഡ് കാണപ്പെടുന്നത്. തേങ്ങാവെള്ളത്തിൽ കാപ്രിക് ആസിഡ്. ഓക്സാലിക് ആസിഡോ? തക്കാളി, ചുവന്നുള്ളി എന്നിവയിലെല്ലാം ഓക്സാലിക് ആസിഡ് ആണ് കാണപ്പെടുന്നത്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി എന്നിവയിലെല്ലാം ഓക്സാലിക് ആസിഡ് കാണപ്പെടുന്നു. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് നെല്ലിക്ക, മാങ്ങ മുതലായവയില്, കാപ്രിക് ആസിഡ് തേങ്ങാവെള്ളത്തില്, ഓക്സാലിക് ആസിഡ് തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി എന്നിവയിലെല്ലാം ഓക്സാലിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം? ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തെംബ്ലിയാണ്. തെംബ്ലി. മഹാരാഷ്ട്രയിലെ നന്ദൂർബാർ ജില്ലയിലാണ് തെംബ്ലി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയില് നന്ദൂർബാർ ജില്ലയിലാണ് തെംബ്ലി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിലെ നന്ദൂർബാർ ജില്ലയിലെ തെംബ്ലി ഗ്രാമത്തിലാണ്
ആധാർ പദ്ധതി ആരംഭിച്ചത്? അതുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഏതാണ്? തെംബ്ലി. ആധാർ ലോഗോ രൂപകൽപ്പന ചെയ്തതാരാണ്? അതുൽ സുധാകർ പാണ്ഡെയാണ്. ആധാർ ലോഗോ രൂപകൽപ്പന ചെയ്തത് അതുൽ സുധാകർ പാണ്ഡെയാണ്. അതുൽ സുധാകർ പാണ്ഡെ. ആധാർ കാർഡിലെ അക്കങ്ങളുടെ എണ്ണം 12 ആണ്. ആധാർ കാർഡിലെ അക്കങ്ങളുടെ എണ്ണം 12. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അമ്പലവയലാണ്. അമ്പലവയൽ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലാണ് 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. അമ്പലവയൽ, വയനാട് ജില്ല. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നത് ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റേതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത് നിർവാചൽ സദനാണ്, ന്യൂഡൽഹി. അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റേത് ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റേത് സദക്തർ ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത് നിർവാചൻ സദനാണ്, നിർവാചൻ സദൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർഖത ഭവനാണ്. അടുത്ത ചോദ്യം, ആൽസ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഫൊന്നാണ്. ആൽസ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഫൊന്നാണ്. അതുപോലെ യൂറോപ്പിന്റെ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. അതുപോലെ മുന്തിരി കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹർമാറ്റനാണ്, ഹർമാറ്റൻ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അതുപോലെ മഞ്ഞു തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. ലൂ ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഉച്ചതിരിഞ്ഞുണ്ടാകുന്ന ചൂട് കൂടിയ ശക്തമായ കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. അടുത്ത ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടാണ്, തവിട്ട്. പച്ച എന്തിനെയാണ്, കറുപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കറുപ്പ് സൂചിപ്പിക്കുന്നത് അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, തീവണ്ടി പാത എന്നിവയെ സൂചിപ്പിക്കാനാണ് കറുപ്പ് ഉപയോഗിക്കുന്നത്. അക്ഷാംശം, രേഖാംശം, തീവണ്ടിപ്പാത എന്നിവയെ സൂചിപ്പിക്കാനാണ് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത്. ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കാനായിട്ടാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത്. പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പച്ച. അപ്പൊ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? തവിട്ടാണ്. കറുപ്പ് നിറം അക്ഷാംശ, രേഖാംശം, തീവണ്ടി പാത എന്നിവയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പച്ച നിറം നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്, എന്നാൽ ദ്രാവക ഓക്സിജന്റെ നിറം നീലയാണ്. ദ്രാവക ഓക്സിജന്റെ നിറം എന്താണ്? നീല. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? 10 കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് 10.
ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി എന്നത്. മധുരൈ കാഞ്ചി. എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ്? ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി എന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി. ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയാണ്. ബേനസീർ ഭൂട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖല ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച വാഴവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? വാഴവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. വാഴവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ്. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ഭൗമ ദിനം ഏപ്രിൽ 22 ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 22. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. മാർച്ച് 22 ലോക ജലദിനം. ലോക ജലദിനം എന്നാണ്. മാർച്ച് 22. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. സെപ്റ്റംബർ 16 ഏത് ദിവസമാണ്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. അപ്പൊ ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. ലോക ജലദിനം മാർച്ച് 22. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ജൂൺ 5 പരിസ്ഥിതി ദിനം. 2018 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ SK വസന്തനാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക വരുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ SK വസന്തനാണ്. അടുത്ത ചോദ്യം, ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായൺ. നമ്പി നാരായണന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ എന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈനയാണ്. ചൈന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് പറയുന്നത് കാരക്കോറമാണ്. കാരക്കോറം മലനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗോമുഖ് ഗുഹയാണ്. ഗോമുഖ് ഗുഹയാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം. ദേശീയ നദി ഏതാണ്? ദേശീയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2008. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗോമുഖ് ഗുഹയിൽ നിന്നുമാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2008. ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആര്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാണ്? സൂര്യസെൻ.
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തേബാഗ സമരം നടന്ന സ്ഥലം. തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും തേബാഗ സമരം നടന്ന സ്ഥലം ഏതാണ്? ബംഗാൾ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. IK കുമാരനാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. മയ്യഴിയുടെ വിമോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മയ്യഴി മഹാജന സഭ. മയ്യഴിയുടെ വിമോചനത്തിനായിട്ട് പ്രവർത്തിച്ച സംഘടന മയ്യഴി മഹാജന സഭ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര്? തന്നിരിക്കുന്നത് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രോ, പോറ്റി ശ്രീരാമലു. ഓപ്ഷൻ D ആണ് ഉത്തരം. പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം നടത്തി മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അടുത്ത ചോദ്യം, സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം രൂപീകൃതമായ വർഷം ഏതാണ്? 1907 1907 വെങ്ങാനൂരിലാണ് സാധുജന പരിപാലന സംഘം രൂപീകൃതമായത്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നത് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നത് കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അത് ഏത് വർഷമാണ്? 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പൊ സാധുജന പരിപാലന സംഘം രൂപീകൃതമായ വർഷം ഏതാണ്? 1907 വെങ്ങാനൂരിലാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? കാളിച്ചോതി കറുപ്പനായിരുന്നു. സാധുജന പരിപാലന സംഘമാണ് പുലയ മഹാസഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അത് ഏത് വർഷമാണ്? 1938. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ അവസാനത്തെ പുസ്തകമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് EMS നമ്പൂതിരിപ്പാടിന്റെ അവസാനത്തെ പുസ്തകമാണ്. അടുത്ത ചോദ്യം, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം. മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനമാണ് നരവംശാസ്ത്രം. നരവംശാസ്ത്രം. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ശരീരത്തിൽ കാൽഷ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നിവ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ E ആണ്. അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ E ആണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വിറ്റാമിൻ C ആണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം വിറ്റാമിൻ C.
അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? ഭാരതിയാണ്, ഭാരതി. അപ്പോ അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? ആദ്യത്തെ പര്യവേക്ഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണ ഗംഗോത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേക്ഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. 1984. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച രണ്ടാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? രണ്ടാമത്തേത് മൈത്രിയാണ്, മൈത്രി. 1989. മൂന്നാമത്തേതാണ് ഭാരതി. ആദ്യത്തേത് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി. മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? ഭാരതിയാണ്. ആദ്യത്തേത് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് പര്യവേക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക് ആണ്. ആർട്ടിക് പര്യവേക്ഷണ കേന്ദ്രം ഏതാണ്? ഹിമാദ്രിയാണ്, ഹിമാദ്രി. ഹിമാദ്രിയാണ് ആർട്ടിക് പര്യവേക്ഷണ കേന്ദ്രം 2008. അടുത്ത ചോദ്യം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം ഏത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ 20 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളിയാണ് ഓസോൺ പാളി. അതുപോലെ ഓസോൺ പാളിയുടെ നിറം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇളം നീലയാണ്. ഓസോൺ പാളിയുടെ നിറം ഏത് എന്ന് ചോദിച്ചാൽ ഇളം നീല. അതുപോലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡോപ്സൺ ആണ്, ഡോപ്സൺ. അടുത്ത ചോദ്യം, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില. ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്നത് ഏത് ഡിഗ്രി സെൽഷ്യസിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Either my father or my mother dash coming to meeting. Either or. Either or വെച്ച് 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് വരേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഈസ്. Either my father or my mother is coming to meeting. It was the dash dress I had ever bought. It was the cheapest dress I had ever bought. If that is the case, dash, I am not surprised about what is happening. If that is the case, then I am not surprised about what is happening. Have you had a discussion about dash to go to the movies or not? Have you had a discussion about whether to go to the movies or not? Ramu usually dash football in the evening. Ramu usually plays football in the evening. I am too tired. Dash question mark. Question tag ആണ് വേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. Aren't I? He killed 2 parrots dash 1 stick. He killed 2 parrots with 1 stick. If you had read the paper, you dash seen the advertisement. If you had read the paper, you would have seen the advertisement. As we drove down the countryside, we saw a dash of sheep gazing in the fields.
flock of sheep. എൺപതാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. The antonym of startled is startled, relaxed. The synonym of august is dignified. My friend has given me a lot of dash over the years. I think he wants me to use it to write to him. Stationery. He dashed his property to the trust. He gave away his property to the trust. A person who does not believe in the existence of God. Atheist. He made a few introductory remarks. Dash the concern began. Before the concern began. He visits her father once in a blue moon. Once in a blue moon. Seldom. He have been working here since 2002. Choose the correct option for the underlined phrase. The man to whom I sold my house was a cheat. Option D. To whom I sold. Raju wore a white shirt. Choose the one which best expresses the given sentence in passive voice. A white shirt was worn by Raju. മലയാളം ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടിമത്തം. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വിണ്ടലം. ഓപ്ഷൻ സി വിണ്ടലം. ശരിയായ പദം തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി സന്ദിഗ്ധം. തലമുടിക്ക് പര്യായമല്ലാത്തത് ഏത്? വാണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി ഏതാണ്? കൊച്ചു സീത. കേരളാസ് ഗോഡ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? സി വി രാമൻ പിള്ള. കേരളാസ് ഗോഡ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? സി വി രാമൻ പിള്ള. ON V കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? മരിക്കുക. The climate change has started to show its sign in the form of drought, ice melting, etc. എന്നതിന്റെ ശരിയായ മലയാള രൂപം ഏത്? വരൾച്ച, മഞ്ഞുരകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏറ്റവും ആദ്യമാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, -13. രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 7/4 - 5/4 അനുയോജ്യമായ ദശാംശ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി 0.5. ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ ഏതാണ്? സംഖ്യ 3725. 3250 രൂപയ്ക്ക് വാങ്ങിയൊരു വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില ഡാഷാണ്. 3768.75 രൂപ. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ
36,500 രൂപയ്ക്ക് പാത വാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ ഡാഷ് ആയിരിക്കും. 1095 രൂപ. ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുക്കുന്നുവെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധമാണ് 5:2. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? 17.5 മിനിറ്റ്. 8ാമത്തെ ചോദ്യം. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 1, 6, 11 ഡാഷ് എന്ന സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡാഷ് ആണ്. 5ന്റെ ഗുണിതം. വശങ്ങളുടെ നീളങ്ങൾ 6 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് ഡാഷ് സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി 36 സെന്റിമീറ്റർ. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1/2n-1. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1. 13 ഓപ്ഷൻ ഡി ആണ് വരുന്നത്, WZY. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 37. 15 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 45 മീറ്റർ പടിഞ്ഞാറ്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 10. 17 ഓപ്ഷൻ ബി 6 മണി 43 മിനിറ്റ്. 18 ഓപ്ഷൻ എ ആണ് ഉത്തരം, 37.5 ഡിഗ്രി. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 24. 20ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, തിങ്കളാഴ്ച. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.